പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെ വെനസ്വേലയിലെ സാഹചര്യം ആശങ്കാജനകമായി തുടരുന്നു. വെനസ്വേലയിലെ സംഭവവികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട സഹായങ്ങൾ എംബസി ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെയാണ് വെനസ്വേലയിലെ സാഹചര്യങ്ങളൊക്കെ വലിയ ആശങ്കാജനകമായി തുടരുന്നത്. ഇന്നലെയായിരുന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും ഡൊണാൾഡ് ട്രംപ് പിടിച്ചുകൊണ്ടുപോയത്. അതുമാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ വെനസ്വേലയിൽ ഇന്നലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വെനസ്വേലയിലെ സംഭവവികാസങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ ആശങ്ക അറിയിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്നുമൊക്കെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. വെനസ്വേലയിലെ സാഹചര്യം ഇത്തരത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എംബസി ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വെനസ്വേലയിലെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ എംബസിയും ഇടപെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയത് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ആശങ്കാജനകമായി വെനസ്വേലയിലെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയിലെ സംഭവവികാസങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ ഇടപെട്ടിരിക്കുന്നത്. ഈ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട് അവിടുത്തെയുള്ള ഇന്ത്യൻ ജനതയിൽ. സാഹചര്യം സൂക്ഷ്മമായി ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്നും ഒക്കെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വെനസ്വേലയിൽ കടന്നു കയറിയുള്ള ട്രംപിന്റെ ഈ ഒരു ആക്രമണത്തിൽ എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ എംബസിയും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എംബസി ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.